ആഹ് നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 അതിന്റെ തുടർച്ച എന്ന നിലയിൽ നമ്മൾ സെക്കൻഡ് ഇയർ ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള സിലബസ് റീകോഡിംഗ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് BBA ഇഗ്നോയിൽ BBA പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് റീകോഡിംഗ് ആണ്. സെക്കൻഡ് ഇയർ പ്രോഗ്രാം അല്ലെങ്കിൽ ഇവിടെ സെക്കൻഡ് ഇയറിൽ റീ എൻറോൾ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കൊടുക്കുന്ന ഒരു സെഷനാണ് സെക്കൻഡ് ഇയർ സിലബസ് റീകോഡിംഗ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ നിങ്ങളുടെ സിലബസ് റീകോഡിംഗ് ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇത് കാരണം ബാക്കിയുള്ള സെഷൻസുകളൊക്കെ നിങ്ങൾക്ക് എല്ലാ ഇയേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. സിലബസ് ആണ് എപ്പോഴും എന്താണ് റിവൈസ്ഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം മാറ്റങ്ങൾ ഉള്ളത്. സോ നമുക്ക് ഇപ്രാവശ്യത്തെ നിങ്ങളുടെ സെക്കൻഡ് ഇയർ സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു സെഷനിൽ എൻ്റെ കൂടെ തന്നെ എന്താ പറയാ, ഈ സെഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മുബീന മാം ഉണ്ട്. അതുപോലെ തന്നെ ഫാത്തിമ മാം ഉണ്ട്, ഷഫ്ന മാം ഉണ്ട് റെക്കോർഡിംഗ് സെഷനിൽ. നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ BBA സെക്കൻഡ് ഇയർ പ്രോഗ്രാമിന്റെ സിലബസ് മാപ്പിംഗ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് BBA സെക്കൻഡ് ഇയറിൽ പഠിക്കാനായിട്ടുള്ള സബ്ജക്ട്സുകൾ നമ്മുടെ ആപ്പിൽ എത്രമാത്രം അതിന്റെ അവൈലബിലിറ്റി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കോളം കാണാൻ പറ്റും, ആ കോഴ്സിന്റെ ക്രെഡിറ്റ് എത്രയാണെന്നുള്ളത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ഇയർ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര അവേഴ്സ് ആണ് നിങ്ങൾ പഠിക്കാനായിട്ട് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അവർ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയണ 30 hours ഓഫ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് വരുന്നത്, അതിനുള്ള കാൽക്കുലേഷൻ വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് ഉള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റും നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ വരുന്ന ഓരോ സബ്ജക്ട്സുകളാണ് പ്രിൻസിപ്പിൾസ് ഓഫ്, അതിന്റെ കോഡാണ് തൊട്ടപ്പുറത്തറ്റത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, BRL 106 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സ്, BCOS 184 ഇ-കൊമേഴ്സ്, BCOE 143 Fundamental of Financial Management, BCOE 144 Office Management and Secretarial Practice, ECO 13 Business Environment, BMP 001 Business Research. ഇത്രയും ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കവർ ചെയ്ത് പോകാനുള്ള പോർഷൻസുകൾ. ഇതിനെല്ലാ മെറ്റീരിയൽസും നമ്മുടെ ലേൺവൈസിൽ അല്ലെങ്കിൽ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം എന്താ പറയുക, ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ ഈ സെക്കൻഡ് ഇയറും നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ജസ്റ്റ് BBAയുടെ തേർഡ് ഇയർ പാർട്ട് പറയുന്നുണ്ട്. BBAയുടെ തേർഡ് ഇയറിൽ നിങ്ങൾക്ക് BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിങ്, BMP 002 ഓപ്പറേഷൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ഇന്റേണൽ ബിസിനസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, ഓൺടർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ ഒരു പ്രൊജക്ട് ഉണ്ട് BMP 001 എന്ന് പറയുന്നത്. ഈ പ്രൊജക്ട് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളുടെയും കണ്ടന്റ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പ്രൊജക്ട് എന്ന് പറയുന്നത് ലേണർ ഒരു ടോപ്പിക് ചൂസ് ചെയ്തുകൊണ്ട് എന്താ പറയാ ഒരു ഗൈഡിന്റെ സഹായത്താൽ ചെയ്യുന്നതാണ്. അത് തേർഡ് ഇയറിലോട്ട് കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്താണ് നിങ്ങൾ ഓരോ സ്റ്റേജിലും സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അധികം താമസിയാതെ നമ്മുടെ സെക്കൻഡ് ഇയറിൽ വരുന്ന സബ്ജക്ട്സുകളുടെ ഓരോ സബ്ജക്റ്റിന്റെ ഉള്ളിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. അതായത് ഇതിൽ ഈ ഒരു സബ്ജക്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഏരിയനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്ക് 1 ഒരു മാർക്കറ്റിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് കവർ ചെയ്ത് പോകുന്നത്. നേച്ചർ ആൻഡ് അതിന്റെ യൂണിറ്റ് 4 യൂണിറ്റ്സ് ആണ് ഉള്ളത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, തേർഡ് യൂണിറ്റ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, യൂണിറ്റ് 4 കൺസ്യൂമർ ബിഹേവിയർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യത്തെ ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്.
പിന്നെ സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് ഓരോ ബ്ലോക്കും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കവർ ചെയ്ത് പോവാണ്. ഇതിലിവിടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് ബ്ലോക്ക് കവർ ചെയ്യുന്നത്. എന്താണ് പ്രൊഡക്റ്റിന്റെ കോൺസെപ്റ്റ്സുകൾ എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ യൂണിറ്റ് 6 ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, യൂണിറ്റ് 7 ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 2 നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് 3 നിങ്ങൾക്ക് പ്രൈസിങ് എന്ന് പറയുന്നതിനെയാണ്, പ്രൈസിങ് എന്ന് പറയുന്ന ആസ്പെക്ട് ആണ് നോക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൈസിങ് എന്നതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈസിങ് നമ്മൾ നടത്തുന്നത്, അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്, എന്താണ് ഡിസ്കൗണ്ട്, എന്താണ് അലവൻസ്, തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് രണ്ടും ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് പ്രൈസസ്, ഈ പ്രൈസിങ് എങ്ങനെയായിരിക്കണം ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള പ്രൈസിങ് സിസ്റ്റം വരേണ്ടത്. അപ്പോൾ ഓരോ കമ്പനിക്കും അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആക്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് 10 കവർ ചെയ്ത് പോകുന്നത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്താ പറയാ, ആദ്യം ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചു. പിന്നീട് നമ്മൾ അതിന്റെ സെക്കൻഡ് ആസ്പെക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് നമ്മൾ നടത്താൻ നോക്കി. പിന്നീട് പ്രൊഡക്റ്റിന് പ്രൈസ് ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ മീഡിയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിൽ യൂണിറ്റ് 11 ഏതൊക്കെ ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കാം എന്നതിന്റെ ഫസ്റ്റ് പാർട്ട് കവർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ തന്നെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷന്റെ സെക്കൻഡ് പാർട്ടാണ് കവർ ചെയ്യുന്നത്. യൂണിറ്റ് 13 ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് യൂണിറ്റ് 13 കവർ ചെയ്യുന്നുണ്ട്. ഇനി പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോഷൻ നമുക്ക് നടത്തണം. പ്രൊമോഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് ഒരു പ്രൊമോഷണൽ മിക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക, എന്താണ് പ്രൊമോഷൻ മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, യൂണിറ്റ് 14 കവർ ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 15 എന്താണ് പേഴ്സണൽ സെല്ലിംഗ്, എന്താണ് സെയിൽസ് പ്രൊമോഷൻ, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 16 അഡ്വർടൈസിങ് എന്താണ്, പബ്ലിസിറ്റി എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 5 കവർ ചെയ്തു പോകുന്നത്. ബ്ലോക്ക് 6 വരുമ്പോൾ എന്താണ് സർവീസ് മാർക്കറ്റിംഗ്, എന്താണ് എമർജിംഗ് ഇഷ്യൂ. നമ്മൾ ഇതുവരെ ആ പ്രൊമോഷൻ വരെ കണ്ടിട്ടുള്ള ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് സർവീസസുകളുണ്ട്, നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സർവീസസുകളാണ്. നമുക്ക് അവിടെ ഒരു പ്രൊഡക്റ്റ് അല്ല കിട്ടുന്നത്, നമുക്കൊരു സർവീസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ സർവീസ് നമുക്ക് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുക. സർവീസ് മാർക്കറ്റിംഗിൽ നമ്മൾ കണ്ടുവരുന്ന എമർജിംഗ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്, അതാണ് ബ്ലോക്ക് 6 കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ സർവീസ് മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുന്നു. എന്താണ് റൂറൽ മാർക്കറ്റിംഗ്, റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിൽ നമ്മൾ നടത്തുന്ന, കമ്പനികൾ നടത്തുന്ന മാർക്കറ്റിംഗ്, അതെന്താണെന്നുള്ളത് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കറന്റ്ലി ഉള്ള മാർക്കറ്റിംഗ് ഏരിയാസിലുള്ള എമർജിംഗ് ആയിട്ടുള്ള ഇഷ്യൂസുകളാണ് പാർട്ട് 1 and 2 ആയിട്ട് യൂണിറ്റ് 19 and 20 കവർ ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത പേപ്പറാണ് BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. അതിൽ ബ്ലോക്ക് 1 വരുമ്പോൾ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആൻഡ് ബേസിക് കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് എക്കണോമിക്സ് എന്ന് നിങ്ങൾക്ക് ധാരണയുള്ളവരായിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആസ്പെക്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസുകളും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കറന്റ്ലി നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിലുള്ള ഫണ്ടമെന്റൽ പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ഫ്രെയിംവർക്ക്, അതാണ് യൂണിറ്റ് 1 and 2 കവർ ചെയ്ത് പോകുന്നത് ബ്ലോക്ക് 1. ബ്ലോക്ക് 2 വരുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ദ ഡിമാൻഡ് തിയറി. കൺസ്യൂമർ ബിഹേവിയർ എന്താണ് ഡിമാൻഡ് തിയറി, ഈ രണ്ട് ആസ്പെക്റ്റിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ യൂണിറ്റ് 3 യൂണിറ്റ് 4 ഡിമാൻഡ് എന്ന ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കൺസ്യൂമർ ഡിമാൻഡ് എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതുപോലെ തന്നെ യൂണിറ്റ് 5 വരുമ്പോൾ എന്താണ് ലോ ഓഫ് സപ്ലൈ. അപ്പൊ ഡിമാൻഡ് കഴിഞ്ഞു, അടുത്ത് കഴിഞ്ഞതിന് ശേഷം സപ്ലൈ ആസ്പെക്റ്റിലോട്ട് പോവാണ്. അപ്പൊ ലോ ഓഫ് സപ്ലൈയുടെ ലോ ഉണ്ട്. അതേപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പോലെ തന്നെ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. യൂണിറ്റ് 6 വരുമ്പോൾ എവിടെയൊക്കെയാണ് ഈ ഡിമാൻഡ് തിയറി അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ലോ ഓഫ് സപ്ലൈ നമ്മൾക്ക് ആപ്ലിക്കേഷൻസുകൾ വരുന്നത്, എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, എന്താണ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, അതാണ് യൂണിറ്റ് 7 കവർ ചെയ്ത് പോകുന്നത്. യൂണിറ്റ് 8 വരുമ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 2 നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചു പോകുന്നത്. നമ്മുടെ നിത്യ ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡ് സപ്ലൈ, അതൊക്കെ എത്രമാത്രമാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് അതിനെക്കുറിച്ച് പക്ഷെ അത് കാര്യം നമ്മള് ഒരു ഫാക്ടറിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റിന്റെ
ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ കൂടുന്നതും കുറയുന്നതും ഒക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യൂണിറ്റ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഉള്ളത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ എന്താണ് തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ തിയറീസുകളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. അത് 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 1, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2. അതുപോലെ തന്നെ യൂണിറ്റ് ലെവലില് തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കർവ്, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ലെവലിലുള്ളത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ തിയറി ഓഫ് പ്രൈസ്, എന്താണ് ഈക്വിലിബ്രിയം കോൺസെപ്റ്റ്, ആൻഡ് ഇതിലൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു ന്യൂ വേർഡ്സുകളായിരിക്കും നിങ്ങൾ കാണുന്നത്. അതൊരു എക്കണോമിക് ടേംസിലുള്ള വാക്കുകളാണ്. അപ്പൊ നമുക്കൊരു വൺ ടൈം ആയിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ബ്രീഫ് ഔട്ട് ചെയ്ത് തരിക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു ഓരോ ടേംസോളാണ്. അപ്പൊ അതാ കണക്ട് ചെയ്ത് ഇങ്ങനെ നോക്കി പോകുമ്പോഴാണ് എന്തുണ്ടാവുക, നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി എളുപ്പമുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് മൊണോപ്പൊളി, എന്താണ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സിസ്റ്റംസോളാണ് അതൊക്കെ. അതേപോലെ തന്നെ ഒളിഗോപ്പൊളി, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 4 കവർ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 5 വരുമ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതിന്റെ ഏരിയാസുകളാണ് പറയുന്നത്. എന്താണ് ഫാക്ടർ മാർക്കറ്റ്, എന്താണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം 1 പാർട്ട് 1, അതായത് വേജ് ആൻഡ് ഇൻട്രസ്റ്റ്, അത് ആ ഒരു ഇൻകം എങ്ങനെയാ ഏത് രീതിയിലാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. റെന്റ് ആൻഡ് പ്രോഫിറ്റ് ആണ് അടുത്ത വരുമാന മാർഗം എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് പാർട്ട് 2 കവർ ചെയ്ത് പോകുന്നത്. ഇനി BRL 101 മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഏരിയയിലോട്ട് നോക്കാം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്കുകൾ ഇല്ല, യൂണിറ്റ്സുകളാണ് നിങ്ങൾക്കുള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിനെ കുറിച്ച് ഇപ്പൊ മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട്. അപ്പൊ അതൊരു ഇതിൽ എന്താ പറയുക, BBA വേറൊരു ടേമിൽ അത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ യൂണിറ്റ് 1 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 2 ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, അതാണ് യൂണിറ്റ് 2 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 3 എന്താണ് മാൻ പവർ പ്ലാനിങ്, യൂണിറ്റ് 4 എന്താണ് റിക്രൂട്ട്മെന്റ്, യൂണിറ്റ് 5 എന്താണ് സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ, യൂണിറ്റ് 6 വരുമ്പോൾ എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, യൂണിറ്റ് 7 കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താണ് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം, അതാണ് യൂണിറ്റ് 8 വരുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് യൂണിറ്റ് 9 വരുന്നത്. എംപ്ലോയി ഗ്രീവൻസ് ആൻഡ് ഡിസിപ്ലിൻ, എങ്ങനെയാണ് എംപ്ലോയീസിന്റെ ഭാഗത്തുള്ള പരാതികളും ഒരു അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ഓർഗനൈസേഷനുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിറ്റ് 10 പോകുന്നത്. യൂണിറ്റ് 11 വരുമ്പോൾ എന്താണ് HR റെക്കോർഡ്സ്, എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം, അതാണ് യൂണിറ്റ് 11 വരുന്നത്. യൂണിറ്റ് 12 റീടെൻഷൻ, എങ്ങനെയാണ് നമ്മുടെ കറന്റ് ഇപ്പൊ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 12 വരുന്നത്. അപ്പൊ ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, അതായത് ഒരു കമ്പനിയുടെ ഉള്ളിലേക്ക് അവര് ഒരു എംപ്ലോയിനെ ഇൻവൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു പ്രോസസ്സ് മുതൽ എങ്ങനെ എംപ്ലോയിനെ ഇവിടെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്തു പോകുന്നത്. ഇനി BCOS 184 ഇ കോമേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ എന്താണ് ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് ഇ കോമേഴ്സ് ആണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 1 ഇൻട്രഡക്ഷൻ ടു ഇ കോമേഴ്സ്, എന്താണ് ഇ കോമേഴ്സ് എന്നുള്ള ഇൻട്രഡക്ഷൻ തരുന്നു. ഇ കോമേഴ്സ് ബിസിനസ് മോഡൽസ്, ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ കോമേഴ്സ്, ഈ ഇലക്ട്രോണിക് ഗവേണൻസ്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ ഈ പേയ്മെന്റ് സിസ്റ്റം, എങ്ങനെയാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് പേയ്മെന്റുകൾ നടത്താം. അപ്പൊ ഈ പേയ്മെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, എന്താണ് ഈ ബാങ്കിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, എന്താണ് ഹോസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 7 വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ യൂണിറ്റ് 8 ഇലക്ട്രോണിക് കൊമേഴ്സ് സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. യൂണിറ്റ് 9 വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ഇതാണ് യൂണിറ്റ് 9 പറയുന്നത്. ഇനി ബ്ലോക്ക് 4 എന്താണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 10 ഡീറ്റെയിൽ ആയിട്ട് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് മാത്രം പറയുന്നതാണ്. യൂണിറ്റ് 11 എന്താണ് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂണിറ്റ് 12 എന്താണ് IT ആക്ട് 2000 എന്നുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത് യൂണിറ്റ് 12 കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 5 വരുമ്പോൾ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ എന്താണുള്ളത്. അതിൽ യൂണിറ്റ് 13 ഇ ടൈലിംഗ് എന്താണ്, ഈ സർവീസസ് എന്താണ്, ആപ്പ് ബേസ്ഡ് കൊമേഴ്സ്,
ഇത്രയും കാര്യങ്ങളാണ് എന്തിനുള്ളത് ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷനിൽ കവർ ചെയ്തു പോകുന്നത്. ഇനി BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താണ് ഫിനാൻഷ്യൽ FM എന്ന് നമ്മൾ കണ്ടോ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് BCOE 143 കവർ ചെയ്തത്. അതിൽ ബ്ലോക്ക് 1 നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലോട്ടുള്ള ഇൻട്രഡക്ഷൻ ആണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. പിന്നെ എങ്ങനെയാണ് ഒരു മണിയുടെ ടൈം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ഏതൊക്കെ തരത്തിലൊരു കമ്പനിക്ക് അതിന് കമ്പനിയുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാൻ സാധിക്കും, ഇതാണ് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ പറയുന്നത്. എന്താണ് റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 4 കവർ ചെയ്ത് പോകുന്നത്. ഇനി അതുപോലെ ബ്ലോക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഇൻട്രഡക്ഷൻ, ടെക്നിക് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ സെക്കൻഡ് പാർട്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കണം അവര്, ഏത് മെത്തേഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആയിരിക്കണം അവർ ചൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ കവർ ചെയ്ത് പോകുന്നത്. ഇനി ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടി വരുന്ന ക്യാപിറ്റലിന്റെ കോസ്റ്റ് അറിയണം. അപ്പൊ അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ കവർ ചെയ്ത് പോകുന്നത്. എങ്ങനെയാണ് സെക്യൂരിറ്റീസിന്റെ വാല്യുവേഷൻ നടത്തുന്നത്, ഇക്വിറ്റീസ് ആയിക്കോട്ടെ ഡിബഞ്ചേഴ്സ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ വാല്യുവേഷൻ എങ്ങനെയാണ് വരുന്നത്, അതാണ് യൂണിറ്റ് 10 കവർ ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ എങ്ങനെ തീരുമാനിക്കും, എത്രമാത്രം ഡിബഞ്ചേഴ്സ് അതിൽ ഉൾക്കൊള്ളിക്കണം, എത്രമാത്രം ഈക്വിറ്റി ഷെയർസ് അതിൽ ഉൾക്കൊള്ളിക്കണം, അപ്പോ എന്താണ് ഓണേഴ്സിന്റെ ഈക്വിറ്റി എത്ര ഉണ്ടായിരിക്കണം, ഔട്ട്സൈഡേഴ്സിന്റെ ഈക്വിറ്റി എത്ര ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കമ്പനിയുടെ ഉള്ളിലെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എത്രമാത്രം പൈസ സ്വരൂപിക്കണം, അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഒരു റേഷ്യോ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീവറേജ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഓപ്പറേറ്റിംഗ് ലീവറേജ് എന്താണ്, ഫിനാൻഷ്യൽ ലീവറേജ് എന്താണ്, ഇത് രണ്ട് കമ്പയർഡ് ആയിട്ടുള്ള ലീവറേജ് ഇത് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിസിഷൻ ബ്ലോക്ക് 4 ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് തിയറീസുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ എന്നുള്ളത് യൂണിറ്റ് 16 പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ. പിന്നെ എന്താണ് ക്യാഷ് മാനേജ്മെന്റ് എന്നുള്ളതാണ് യൂണിറ്റ് 18 കവർ ചെയ്ത് പോകുന്നത്. എന്താണ് റിസീവബിൾസ് മാനേജ്മെന്റ് എന്നുള്ളതാണ് യൂണിറ്റ് 19 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 20 വരുമ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് 5 കവർ ചെയ്ത് പോകുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കവർ ചെയ്ത് പോകുന്ന ബ്ലോക്കുകളും. ഇനി BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്ന പേപ്പറിലോട്ട് വരുമ്പോൾ അതിൽ ബ്ലോക്ക് 1 എന്താണ് ഇൻട്രൊഡക്ഷൻ ടു ഓഫീസ് എന്നുള്ളതാണ് ബ്ലോക്ക് 1. അപ്പൊ എന്താണ് ഒരു ഓഫീസ് സ്പേസ് എന്താണ്, വെർച്വൽ സ്പേസ് എന്നുള്ളതാണ് യൂണിറ്റ് 2 വരുന്നത്. അതേപോലെ തന്നെ ഓഫീസ് എറ്റിക്വിറ്റി, എന്തൊക്കെ എറ്റിക്വിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു കോഡ് ഓഫ് കണ്ടക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മൾ വേണ്ടത് എറ്റിക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് 3 ആ എറ്റിക്വിറ്റീസ് എന്തൊക്കെയാന്നുള്ളതാണ് കവർ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 വരുമ്പോൾ ഓഫീസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒരു ഓഫീസ് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോവുക, എന്താണ് ഓഫീസ് മാനേജ്മെന്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് ഒരു ഓഫീസ് മാനേജറുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്നുള്ളത് യൂണിറ്റ് 6 നിങ്ങൾക്ക് കവർ ചെയ്ത് പോകുന്നത്. ഇനി അടുത്തത് ബ്ലോക്ക് 3 ഫയലിംഗ്, ഇൻഡെക്സിംഗ് ആൻഡ് പബ്ലിഷിംഗ്. എന്താണ് ഡോക്യുമെന്റ്സ് ഫയലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഡോക്യുമെന്റ്സ് ഇൻഡെക്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഡോക്യുമെന്റ്സ് പബ്ലിഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 3 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ നിങ്ങൾക്ക് മെയിലിംഗ് പ്രൊസീജിയർ ആൻഡ് ഫോം യൂസ്ഡ് ഇൻ ഓഫീസ്. നമുക്കൊരു കമ്പനി ആകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫോർമാലിറ്റി അല്ലെങ്കിൽ ഒരു ഫോർമൽ സിസ്റ്റം ഉണ്ട് ഒരു കമ്പനിയുടെ ഉള്ളിൽ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ് ബ്ലോക്ക് 4. എന്താണ് ഓഫീസ് ഫോം, എന്താണ് ഓഫീസ് സ്റ്റേഷനറി, മെയിലിംഗ് പ്രൊസീജിയേഴ്സ്, ഇത്രയാണ് ആദ്യത്തെ 3 യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 5 വരുമ്പോൾ മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ് ആൻഡ് സിസ്റ്റം, കറന്റ്ലി ഉള്ള മോഡേൺ കമ്പനീസിൽ ഉപയോഗിക്കുന്ന സിസ്റ്റംസുകൾ എന്തൊക്കെയാന്നുള്ളതാണ്. മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ് എന്തൊക്കെയാണ്, മോഡേൺ ഓഫീസ് സിസ്റ്റം എന്താണ്, ബാങ്കിങ് ഫെസിലിറ്റീസ് ആൻഡ് മോഡ്സ് ഓഫ് പേയ്മെന്റ്, ഇതാണ് യൂണിറ്റ് 15 കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 16 വരുമ്പോൾ ബഡ്ജറ്റ്, ഓഡിറ്റ്, സെക്രട്ടേറിയൽ പ്രാക്ടീസ്, അല്ലെ ബഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓഡിറ്റ് പ്രോസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്,
nature and scope of secretarial work, secretarial functions in an organization, general principles of meeting, കണ്ടക്ട് ഓഫ് മീറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ബ്ലോക്ക് 6 കവർ ചെയ്ത് പോകുന്നത്. ഇനി ECO 13 ബിസിനസ് എൻവയോൺമെന്റ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് നോക്കാം. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ്, അവിടെ 3 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 നേച്ചർ ആൻഡ് ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, യൂണിറ്റ് 2 എക്കണോമിക് എൻവയോൺമെന്റ് ആൻഡ് ഓവർവ്യൂ, യൂണിറ്റ് 3 സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. ബ്ലോക്ക് 2 വരുമ്പോൾ ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ആണ്. അതിൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമി, റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ്, മാക്രോ എക്കണോമിക് പോളിസീസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇത്രയും 4 ആസ്പെക്ടുകളാണ് ബ്ലോക്ക് 2 കവർ ചെയ്ത് പോകുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ എക്കണോമിക് പോളിസി ഫ്രെയിംവർക്ക്, ഈ ആസ്പെക്ട് ആണ് കവർ ചെയ്ത് പോകുന്നത്. എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്താണ്, സ്മോൾ സ്കെയിൽ സെക്ടർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 3 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് എക്കണോമിക് റീഫോംസ് ആണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് MNCs എന്നുള്ളതാണ് യൂണിറ്റ് 12. ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്താന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് 13 പറയുന്നത്. യൂണിറ്റ് 14 ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സിം പോളിസി എന്നുള്ളതാണ് യൂണിറ്റ് 14 പറയുന്നത്. യൂണിറ്റ് 15 ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസ് എന്താന്നുള്ളതാണ് പറയുന്നത്. യൂണിറ്റ് 16 ന്യൂ എക്കണോമിക് പോളിസി, ഇതാണ് യൂണിറ്റ് 16 പറയുന്നത്. ഇനി BMB 001 ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്ത് പോകുന്നത് നോക്കാം. ബ്ലോക്ക് 1 ബിസിനസ് റിസർച്ച് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. ബിസിനസ് റിസർച്ച് പ്രോസസ് എന്താണ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, എന്താണ് റിസർച്ച് പ്രോബ്ലം, റിസർച്ച് ഡിസൈൻ. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1 കവർ ചെയ്ത് പോകുന്നത്. ഈ ഒരു ബ്ലോക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 3rd ഇയറിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പഠിക്കുന്ന കുറച്ച് തിയറീസുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് പ്രൊജക്ട് സമയത്ത് നിങ്ങളെ ആപ്ലിക്കേഷൻ ലെവൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ ആൻഡ് സാമ്പിളിംഗ് ആണ് ബ്ലോക്ക് 2 വരുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റനെയർ ഡിസൈൻ എന്താണ്, സാമ്പിളിംഗ് ഡിസൈൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 8 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ ഡാറ്റ അനാലിസിസ് പാർട്ടാണ്. എന്താണ് ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തീസിസ് അതാണ് യൂണിറ്റ് 11 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 4 വരുമ്പോൾ ടെക്നോളജി റിസർച്ച് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ടെക്നോളജി യൂസേജ് ഇൻ റിസർച്ച്, നമ്മുടെ റിസർച്ച് ഏരിയാസിൽ ടെക്നോളജിക്ക് എത്രമാത്രമാണ് എന്നുള്ളത് അതിന്റെ യൂസേജ് വരുന്നത്, ഏതൊക്കെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് റിസർച്ച് രംഗത്ത് യൂസ് ചെയ്യുന്നത്, റിസർച്ച് രംഗത്ത് കാണപ്പെടുന്ന എത്തിക്കൽ ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്, എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ്, അതായത് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കവർ ചെയ്ത് പോകുന്നത്. നിങ്ങളൊരു പ്രോബ്ലത്തിനെ കുറിച്ച് പഠിച്ച് അതിനുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കുന്നത് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അപ്പൊ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് യൂണിറ്റ് 15 വരുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഇതുവരെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ ആസ്പെക്ടുകളും കാര്യങ്ങളും കൃത്യമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ അസൈൻമെന്റ് പാർട്ട് എന്താണ്, അതിന്റെ എക്സാം പാർട്ട് എങ്ങനെയാണ്, ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാനായിട്ട് മുബീര മാം വരും. അതിനോടൊപ്പം തന്നെ മുബീര മാം നിങ്ങൾക്ക് നമ്മുടെ ലേൺവൈസ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്തൊക്കെ റിസോഴ്സസുകളാണ് നിങ്ങളിലോട്ട് ലേൺവൈസ് എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. സോ ഞാൻ മുബീര മാമിലോട്ട് കൈമാറുകയാണ്. അപ്പൊ ആദ്യമേ ഇപ്പോ രാഗി മാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഈ 3rd ഇയറിൽ വരുന്ന സമയത്ത് സെക്കൻഡ് ഇയറിന്റെ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ആവശ്യമായിട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാം ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ അസൈൻമെന്റ്സിന്റെ പാർട്ടാണ് അല്ലെ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തവരുണ്ടാവും. എന്നാലും നമുക്ക് ജസ്റ്റ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്നുകൂടെ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആദ്യം തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. ഒരിക്കലും ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ അങ്ങനെ സബ്മിറ്റ് ചെയ്താലും നമുക്ക് മാർക്ക് ആഡ് ചെയ്ത് വരികയില്ല. അപ്പൊ ഓൺ ഡേറ്റിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യാം.
നോർമലി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഡിസംബർ സൈക്കിളിൽ എക്സാം എഴുതാനായിട്ട് ഒരു സെപ്റ്റംബർ സമയങ്ങളിൽ, സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും നമുക്ക് അസൈൻമെന്റ് സബ്മിഷൻ വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇനി ജൂൺ സൈക്കിളിൽ എക്സാം എഴുതാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും നമുക്ക് അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് വരുന്നുണ്ടാവുക. അപ്പൊ ഏതാണോ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് പറഞ്ഞിട്ടുള്ള ഡേറ്റ്, ആ കറക്റ്റ് ഡേറ്റിൽ തന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് നോർമലി അസൈൻമെന്റ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്ക് അറിയാലോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അസൈൻമെന്റ് എഴുതാനായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹാൻഡ് റിട്ടൺ ഫോമിൽ വേണം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും പ്രിന്റ് എടുത്തിട്ടൊന്നും അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യരുത്. നമ്മൾ എഴുതിയിട്ട് തന്നെ വേണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ നോർമലി യൂണിവേഴ്സിറ്റി പറയുന്നത് നമ്മൾ എഴുതുന്ന അസൈൻമെന്റിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മുടെ കയ്യെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഒറിജിനൽ കോപ്പി നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇൻ കേസ് നിങ്ങൾ അത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങൾ എടുത്ത് വെക്കുന്നില്ലെങ്കിൽ പോലും PDF ആയിട്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം. കാരണം ഫ്യൂച്ചർ റെഫറൻസിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൺസേൺഡ് സ്റ്റഡി സെന്റേഴ്സിന്റെ കോർഡിനേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ടെന്ന കാര്യം കൂടെ ഒന്ന് എൻഷുർ ചെയ്യുക. ഇതും തന്നെ നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റിന് ആവശ്യം വരുന്നതാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്കത് ആവശ്യമായിട്ട് വരും. അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് അവർ വാല്യൂ ചെയ്തതിനു ശേഷം നമുക്കത് തിരിച്ച് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അതിനെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നുണ്ടാവുക. അവർ ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ അസൈൻമെന്റ് നമ്മൾ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ കറക്റ്റ് ആയിട്ട് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് പാസ് മാർക്ക് ഉണ്ട്. അസൈൻമെന്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് ആ ഒരു സബ്ജക്ട് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. മിനിമം ഒരു 35% മാർക്സ് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസൈൻമെന്റ് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പാസ് മാർക്ക് കിട്ടിയില്ല, നിങ്ങൾ അസൈൻമെന്റ് ഫെയിൽഡ് ആയി എങ്കിൽ നിങ്ങൾക്ക് പുതിയ അസൈൻമെന്റ്സ് എഴുതി വെക്കേണ്ടതായിട്ട് വരും. അന്നേരം നിങ്ങൾ എഴുതേണ്ട അസൈൻമെന്റ് സെയിം അസൈൻമെന്റ് ആവില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ വെക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള കറന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതാണോ വന്നിട്ടുള്ളത് അതിന് ആൻസർ എഴുതിയിട്ടാണ് പിന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടേമിന്റെ എക്സാമിനേഷൻസ് ആണ്. ടേമിന്റെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോ സെമിന്റെയും എൻഡിൽ എഴുതുന്ന എക്സാമിനെ നമ്മൾ ടേമിന്റെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് എക്സാം രജിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഇനി സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എക്സാം രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ എന്നാണോ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ തന്നെ നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആദ്യം ആരാണോ ഫീ അടക്കുന്നത് അവർക്കായിരിക്കും എക്സാം എഴുതാനുള്ള അവസരം കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെന്ററിൽ എഴുതാനുള്ള അവസരം കിട്ടുന്നുണ്ടാവുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നുണ്ട് എന്നും നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഡിസംബർ സൈക്കിളിലോട്ടുള്ള നമ്മുടെ എക്സാം രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ സമയത്താണ് നോർമലി എന്ത് ചെയ്യാറുള്ളത്, എക്സാം രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ മാർച്ച് ഒക്കെ ടൈം ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ജൂൺ സൈക്കിളിലോട്ടുള്ള പോർട്ടലും ഓപ്പൺ ആവാറുണ്ട്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. നോർമലി നമുക്ക് എക്സാം വരാറുള്ളത് ജൂൺ സൈക്കിളിലും അതുപോലെ തന്നെ ഡിസംബർ സൈക്കിളും. ഈ 2 മാസങ്ങളാണ് എപ്പോഴും ഇഗ്നോ എക്സാം നടത്താറുള്ളത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് നമുക്ക് പാസ് മാർക്ക് ഉണ്ട്. എക്സാം പാസ്സാവാനും നമുക്ക് 35% മാർക്സ് ആണ് വേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പേപ്പർ പാസ്സാകാനായിട്ട് പറ്റുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം നിങ്ങൾക്ക് ഫെയിൽഡ് ആയി അല്ലെങ്കിൽ 35% മാർക്സ് നിങ്ങൾ ഒക്കർ ചെയ്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് സൈക്കിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു എക്സാം കൂടെ രജിസ്റ്റർ ചെയ്തിട്ട് എഴുതിയെടുക്കാവുന്നതുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എക്സാമിന്റെ പാട്ടെന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസൈൻമെന്റ് നമ്മൾ പാസ് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് പാസ് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് അതിന്റെ മാർക്കിംഗ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അസൈൻമെന്റ്സിന്റെ മാർക്കിനെ 30% കൺവേർട്ട് ചെയ്തും അതേപോലെ തന്നെ നമ്മൾ എഴുതിയെടുത്തിട്ടുള്ള എക്സാമിന്റെ മാർക്കിനെ 70% കൺവേർട്ട് ചെയ്തിട്ടുമായിരിക്കും നമ്മൾ മാർക്ക് എടുക്കുന്നുണ്ടാവുക. ഇങ്ങനെ മാർക്ക് ആഡ് ചെയ്തെടുക്കുന്ന സമയത്ത് 35% മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മോഡേൺ ടൂൾസ്
ഫോർ ആൻ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ടെക്നോളജി എനേബിൾ ചെയ്തിട്ടുള്ള ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ട് തന്നെ അതോ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കോർ ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ക്ലാസ്സുകളാണ്. നിങ്ങൾക്കറിയാം റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഫുള്ളി ക്ലാസ് നിങ്ങൾക്ക് ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ലൈവ് ക്ലാസ് ആ കൺസേൺഡ് ടൈമിൽ നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് നടത്തി വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ്. ഇതും നമുക്ക് ആപ്പിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ റെക്കോർഡഡ് കൺസേൺഡ് ലെസന്റെ താഴെയായിട്ട് അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മളെ ഷോർട്ട് നോട്ട്സുകളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ എക്സാം PDF ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എക്സാം PDF ഓരോ ലെസൺ വൈസ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് ലെസണുകളിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന് തന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സും അതിനകത്ത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് നമുക്ക് അസൈൻമെന്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അസൈൻമെന്റ് സ്റ്റാർട്ട് ആയ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ആൻസർ കീ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ലേൺവൈസിന്റെ ആപ്പിനകത്തോട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാറുണ്ട്. ഒരു ആൻസർ ഗൈഡ് ബുക്ക് ആയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് ആൻസർ എഴുതിയെടുക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് നമ്മുടെ കോർ ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഇനി അത് കൂടാതെ നമുക്ക് കുറച്ചും കൂടെ ടൂൾസ് ആൻഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താ നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഇയർ എഴുതുന്ന സമയത്തൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസ് 5 ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഡോക്യുമെന്റ്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏത് ബ്ലോക്കിൽ നിന്നാണ് ചോദിക്കാറ്, അതുപോലെ തന്നെ എത്ര മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ സീസണിലാണ് ഇത് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എല്ലാ ടൈമിലും നമ്മളിത് എക്സാം നിയർ ആവുന്ന സമയത്ത് നിയറസ്റ്റ് എക്സാം നമ്മളത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാറുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ആപ്പിനകത്ത് ഇതെല്ലാം അവൈലബിളും ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഗ്നോ മോഡൽ എക്സാംസ് അത് നമുക്ക് ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. നോർമലി എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാം ഒരു ഫിയർ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. അത് ആദ്യത്തെ ഒരു എക്സാം കഴിയുന്നതോടുകൂടി നമ്മളൊന്ന് കൂളാവുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു മോഡൽ എക്സാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്ന സെയിം ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് അറ്റൻഡ് ചെയ്ത് കഴിയുന്നതോടുകൂടി നിങ്ങൾ മെയിൻ എക്സാമിനോട് കൂളായിട്ട് തന്നെ പോയിട്ട് നിങ്ങൾക്ക് മെയിൻ എക്സാമും എഴുതിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് ആണ്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ ബോധേഡ് ആയിരിക്കും. കാരണം എക്സാം നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽപ് ഡെസ്കും ഇപ്പൊ ആക്റ്റീവ് ആണ്. ഇനി ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവർ ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽപ് ഡെസ്ക് ഓപ്പൺ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹെൽപ് ഡെസ്കിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. നമ്മുടെ EEP പ്രോഗ്രാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചില ആൾക്കാർ വീക്ക് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്മുടെ EEP എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. ഇത് നമുക്ക് ആപ്പിനകത്ത് ഇതിന്റെ ഫുൾ ക്ലാസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ലേൺവൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ കോ കരിക്കുലർ ഇവന്റ്സ് ആണ്. നമുക്ക് കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും ചെയ്യാറുണ്ട്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഇതും തന്നെ നമ്മൾ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാറുണ്ട്. അതെ, നമുക്കത് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ആവുകയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സെക്കൻഡ് ഇയർ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. താങ്ക് യു ഓൾ.